ഗായകൻ പി ജയചന്ദ്രന് ഇന്ന് സംഗീത ലോകം യാത്രാമൊഴി നൽകും. സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 പറവൂർ ചേന്നമംഗലത്തെ പാലിയത്ത് തറവാട്ട് വീട്ടുവളപ്പിൽ നടക്കും. മൃതദേഹം അല്പസമയത്തിനകം ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിനായി എത്തിക്കും. തുടർന്ന് മൃതദേഹം എറണാകുളം പറവൂരിലേക്ക് കൊണ്ടുപോകും. സൂരജ് സജ്ജിയുണ്ട് ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വിശദാംശങ്ങളുമായി. സൂരജ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മൃതദേഹം എത്തിക്കും. അദ്ദേഹത്തെ സംബന്ധിച്ച്, അതായത് ജയചന്ദ്രനെ സംബന്ധിച്ച്, അദ്ദേഹം പഠിച്ചിരുന്ന സ്കൂളാണ്, ഏറെ ആത്മബന്ധം ഉണ്ടായിരുന്ന സ്കൂളാണ്. ഇവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം തന്നെ. അതായത് 8A പഠിക്കുന്ന കാലത്താണ് അദ്ദേഹം സംസ്ഥാന കലോത്സവത്തിൽ എത്തുന്നത്. അന്ന് മൃദംഗത്തിനും അതുപോലെ തന്നെ ഈ ലളിതഗാനത്തിലുമായിരുന്നു അദ്ദേഹം പങ്കെടുക്കുന്നത്. അങ്ങനെ ലളിതഗാനത്തിൽ യേശുദാസിനൊപ്പം മത്സരിക്കുന്നു. യേശുദാസിന് 1ാം സ്ഥാനവും 2ാം സ്ഥാനം പി ജയചന്ദ്രൻ ലഭിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു തുടക്കം, ഈ കലാരംഗത്തേക്കടക്കമുള്ള ഒരു തുടക്കം, സമ്മാനം നേടുന്ന അടക്കമുള്ള ഒരു നേട്ടം കൈവരിക്കുന്ന അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം അദ്ദേഹത്തെക്കുറിച്ച് വിവരിക്കുന്നതിന്, അതായത് മൃദംഗത്തിനും അന്ന് ഫസ്റ്റ് ആയിരുന്നു, പക്ഷേ 2 കാറ്റഗറികളിലായിരുന്നു അന്ന് മത്സരം നടന്നിരുന്നത്. എന്തായാലും നമ്മളോടിപ്പോൾ മാഷ് ഇതെങ്ങനെ നമ്മൾ ഓർത്തെടുക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ സീനിയറായിരുന്നു, 6 കൊല്ലം സീനിയർ സ്കൂളിൽ, അയലൊക്കത്താണ് വീട്, ഒരു റോഡിൻ്റെ അപ്പുറം ഇപ്പുറം വീട്. അപ്പോൾ ഞങ്ങൾ വളരെ ആത്മവാർത്ത ബന്ധം വീട്ടുകാരായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ BSc പാസ്സായ ഉടനെ മദ്രാസിൽ പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരെ കാണുമ്പോൾ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. വീട്ടുകാരായിട്ടുള്ള അടുപ്പമുണ്ട്. എൻ്റെ സിസ്റ്ററോട് പഠിച്ചാണ്. അപ്പോൾ ഞങ്ങൾ സഹപാഠികളെല്ലാവരും സംഘടിച്ചിരുന്നു. പക്ഷെ അത് ഞങ്ങളുടെ സീനിയറായിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഒപ്പം വന്നിരുന്നു. ഞങ്ങൾ 10ാം ക്ലാസ്സിലെ ബാച്ച്, 64 ബാച്ചിലെ കുട്ടികളെ ഇടയ്ക്കായി കൂടാറുണ്ട്. ഇടയ്ക്ക് ഇങ്ങോട്ട് വിളിക്കും. ഇന്നസെൻ്റ് വരാറുണ്ട്, മോഹനൻ വരാറുണ്ട്. ഒക്കെ നമ്മുടെ നാഷണൽ സ്കൂളിലെ പ്രൊഡക്റ്റുകളാണ്. ഡയറക്ടർ മോഹനൻ, അങ്ങനെ പിന്നെ ഒരു സിനിമ പ്രൊഡ്യൂസർ അക്ബർ ഉണ്ടായിരുന്നു. അവരൊക്കെ നാഷണൽ സ്കൂൾ പഠിച്ചതാണ്. ഉന്മേഷ്, അതായത് ഇവിടെ നിന്ന് വന്ന പ്രതിഭകൾ നിരവധിയാണ്. ഇന്നസെന്റ് ഇവിടെ പഠിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ സംവിധായകൻ മോഹനൻ പഠിച്ചിട്ടുണ്ട്, പ്രൊഡ്യൂസർ അക്ബർ ഉണ്ടായിരുന്നു. വളരെ പല സിനിമകൾ പഠിച്ച ആളാണ് അക്ബർ ഉണ്ടായിരുന്നു. അതാണ് ഉന്മേഷ്, അതായത് നിരവധി പ്രതിഭകളെ സമ്മാനിച്ച സ്കൂളാണ് ഈ ഇരിങ്ങാലക്കുടയിലെ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അതുകൊണ്ട് തന്നെ ശരി സൂരജ്, അല്പസമയത്തിനകം പി ജയചന്ദ്രന്റെ മൃതദേഹം അവിടേക്ക് എത്തിക്കും. അവിടെ പൊതുദർശനം ഉണ്ടാകും. സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത്.